23 കൊല്ലം ജീവിച്ച റസൂലുള്ളാഹ് എത്ര ദർഗയിൽ നിന്നുള്ള വരുമാനം ഇസ്ലാമിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു? അപാര പോയിന്റാണ്. അതായത് ദാറുസ്സലാം, നന്ദി ദാറുസ്സലാം നിലക്കുന്ന ദർഗയുടെ വരുമാനം കൊണ്ടാണ്. പല സ്ഥാപനങ്ങൾ നിലക്കുന്ന ദർഗയിലെ വരുമാനം കൊണ്ടാണ് കേരളത്തിൽ. ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 കൊല്ലം ജീവിച്ച് ലോകത്തോട് കൂടെ പറയുമ്പോ ഇബ്രാഹിം നബിയുടെ ദർഗയിൽ നിന്ന് നബിക്ക് കിട്ടിയ ഫണ്ട് എത്രയാണ്? ആ സംഖ്യ ഒന്ന് പറയും. ആ ബില്ലൊന്നും ആചരണം. മഹാന്മാരായ അമ്പിയാക്കളുടെ കബർ കെട്ടിയുയർത്തി എന്ന് വരുമാനം ഉണ്ടാക്കൽ ഇസ്ലാമാണെങ്കിൽ 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലിങ്ങളുടെ ദർഗയിൽ നിന്നുള്ള വരുമാനം വരണ്ടേ? മുത്തുനബിക്ക് വരണ്ടേ? പോട്ടെ, 25 പ്രവാചകന്മാരുടെ പേര് ഖുർആൻ പറഞ്ഞല്ലോ. അവരുടെ ദർഗയിൽ നിന്നുള്ള വരുമാനം ഓരോ ദർഗയിൽ ഓരോ മൊയ്ലിയമാരെ, ഓരോ സഹാബിമാരെ, എന്നിട്ട് അവിടെ നിന്ന് തുട്ട് ഒടുങ്ങാക്കാട്ടിലിടുന്ന പോലെ, കുഞ്ഞിപ്പള്ളിയിൽ ഇടുന്ന പോലെ, CM മക്കാമിൽ ഇടുന്ന പോലെ, റോഡ് സൈഡിൽ ദർഗയിൽ ഇടുന്ന പോലെ. നമ്മുടെ ആളുകളോ എവിടെ ചെന്നാലും ദർഗനെ പറ്റി സയാമീസ് ഇരട്ടകളെ പോലെയാണ്. ആ ദർഗല്ലേ സമസ്തല്ല, സമസ്തല്ലേ ദർഗല്ല, സമസ്തോ ദർഗോ സുദിനോ ഭവതു എന്നതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഖുർആൻ ഓതിയപ്പോ നമ്മൾ മിനിമം ശിർക്ക് എന്ന് പറയുന്ന ഒരു പദം പരിചയപ്പെട്ടില്ലേ? ലാ തുശ്രികൂ, നിങ്ങൾ ശിർക്ക് ചെയ്യല്ല എന്ന് പറയുന്ന ആയത്ത് നമ്മൾ പരിചയപ്പെട്ടില്ലേ? എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂല് മക്കാ ജീവിതത്തിന്റെ തുടക്കത്തിൽ പ്രബോധനം ചെയ്തു തുടങ്ങിയ അന്ന് മുതൽ ഈ പറയുന്ന ശിർക്ക് നിങ്ങൾ ചെയ്യല്ല, അതാണ് ഏറ്റവും വലിയ പാപം. അത് ചെയ്തു കഴിഞ്ഞാൽ ആഖിറത്തിൽ സ്വർഗം നഷ്ടപ്പെടും, നരകം ശാശ്വതമാവും, നരകത്തിൽ അവൻ നിർബന്ധമായി വസിക്കേണ്ടി വരും, സ്വർഗത്തിൽ ഒരു കാലത്തും അവന് പ്രവേശിക്കാൻ പറ്റൂല, അവന്റെ സകല സൽപ്രവർത്തനങ്ങളും നശിച്ചു പോകും എന്നൊക്കെ ഈ ശിർക്കിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലോ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് വെക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കൂല. അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്ത പാപങ്ങളൊക്കെ, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കള്ളുകുടി അടക്കം ഉൾപ്പെടുന്നതാണ്, വ്യഭിചാരമടക്കം ഉൾപ്പെടുന്നതാണ്, മോഷണവും പലിശയും അടക്കം ഉൾപ്പെടുന്നതാണ്. അതെല്ലാം അല്ലാഹു ഒരു മനുഷ്യന് ചിലപ്പോ അള്ളാന്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാന്റെ ഫളില് കൊണ്ട് പുറത്തു കൊടുത്തേക്കാം. പക്ഷെ ശിർക്ക് അത് ചെയ്തുകൊണ്ട് ഒരാൾ തൗബയില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അവന് അള്ളാഹു ആ ശിർക്ക് പുറത്തു കൊടുക്കൂല. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ശിർക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പുറത്തു കൊടുക്കൂല എന്നല്ല. അയാളുടെ ജീവിതത്തിൽ അയാൾ ശിർക്ക് ചെയ്യുന്നവനും പിന്നീട് തൗബ ചെയ്തവനുമാണെങ്കിൽ അയാൾക്ക് അല്ലാഹു അത് പുറത്തു കൊടുക്കുമെന്നതിൽ സംശയമില്ല. ഈ ആയത്ത് അതിന് എതിരല്ല. അങ്ങനെ ഒരാൾ ജീവിതത്തിൽ വല്ലപ്പോഴും ശിർക്ക് ചെയ്യുകയും പിന്നീട് ഒരിക്കലും അയാൾക്കത് പുറത്തു കൊടുക്കൂലെന്നാണ് അള്ളാഹിന്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് സഹാബത്തായത്? അവർ ജീവിതത്തിൽ ശിർക്ക് ചെയ്തവരല്ലേ, പക്ഷെ തൗബ ചെയ്തപ്പോ അള്ളാഹ് പുറത്തു കൊടുത്തില്ലേ? അവർക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തില്ലേ? അത്